എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായ സാവിത്രി ടീച്ചറാണ്. അപ്പോൾ സാവിത്രി ടീച്ചറിനെ പരിചയപ്പെടുത്താനും സാവിത്രി ടീച്ചറിൻ്റെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികൾക്കൊക്കെ സാവിത്രി ടീച്ചറിൻ്റെ ഇപ്പോൾ ടീച്ചർ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനെ മധുരമിഠായിയിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. നമസ്കാരം മിനായ്. മധുരമിഠായി ചാനലിൽ ഞാനും വരും എന്നുള്ളത് സന്തോഷം കേട്ടോ. എൻ്റെ പേര് എം സാവിത്രി. ഞാൻ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമമായിട്ടുള്ള ത്രാങ്ങാലിയിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒരു സഖാവാണ് വാമനൻ സഖാവ്. ഒറ്റപ്പാലത്തെ ഏരിയ സെക്രട്ടറിയും പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമാണുള്ളത്. അമ്മ ഹൗസ് വൈഫായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UP സ്കൂള് കവളപ്പാറ UP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ സെൻറ്റ് തെരേസാസ് കോൺവെൻറ്റ് ഷൊർണൂരിൽ എൻ്റെ SLC പൂർത്തിയാക്കി. തുടർന്ന് ഞാൻ NSS കോളേജ് ഒറ്റപ്പാലത്താണ് എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത്. അതിനുശേഷം ശ്രീകൃഷ്ണപുരത്തെത്തി വിവാഹിതയായിട്ട്. ടീച്ചറെ, ശ്രീകൃഷ്ണപുരത്ത് എത്തിയെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഈ പഠിപ്പിച്ച അധ്യാപകരിൽ അല്ലേ, ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള അധ്യാപകരിൽ മറക്കാൻ പറ്റാത്ത ചില അധ്യാപകരുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അവരെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെയാണ് ഞാൻ ഏറ്റവും ഓർമ്മയിൽ സൂക്ഷിക്കണത്. ഒരു ദേവകി ടീച്ചർ വളരെ ഒരു മാതൃവാത്സല്യമുള്ള ഒരു ടീച്ചറായിരുന്നു. അത് ഒരു 3ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ആ ടീച്ചർ മരിച്ചു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളൊക്കെ കരയായിരുന്നു. എന്തൊരു നല്ല ടീച്ചറായിരുന്നു. മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ടീച്ചറാണ് അത്. പിന്നീട് നിരവധി ടീച്ചർമാരുണ്ട് ഓർമ്മയിൽ നിൽക്കണവർ. ഞങ്ങളുടെ ത്രാങ്ങാലിയിൽ തന്നെ ഒരു ടീച്ചറുണ്ടായിരുന്നു, രുക്മിണി ടീച്ചറാണ് എൻ്റെ കലാരംഗത്തേക്കൊക്കെ ചുവട് വെപ്പിച്ചതെന്ന് പറയാം. ഡാൻസും നാടകവും ഒക്കെ ആയിട്ട് അങ്ങനെ എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറെ എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഹൈസ്കൂളിലെ ഒരു ലക്ഷ്മിക്കുട്ടി ടീച്ചർ, പാറക്കുട്ടി ടീച്ചർ, അതുപോലെ തന്നെ ഗംഗാധരൻ മാഷ്, ഇവരൊന്നും മറക്കാൻ കഴിയാത്ത അധ്യാപകരാണ്. ഗംഗാധരൻ മാഷാണെങ്കിൽ ഒരു സാഹിത്യകാരനായിരുന്നു. അപ്പോൾ എന്നെ സാഹിത്യത്തിലേക്ക് ആകർഷിച്ചത് വാസ്തവത്തിൽ മാഷിൻ്റെ ക്ലാസ്സായിരുന്നു എന്ന് പറയാം. അതുപോലെ നൃത്തനാടകം അങ്ങനെയൊക്കെ സ്കൂളിലുണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കും. അങ്ങനെ ഒരു പെർഫോമിങ് ആർട്സിൽ എനിക്ക് വളരെ താല്പര്യം ഉണ്ടാവാൻ കാരണം ഈ കവളപ്പാറ സ്കൂളിലെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. കവളപ്പാറ കൊട്ടാരമൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കൊട്ടാരവും പരിസരമൊക്കെ ഞങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളായിരുന്നു. കവളപ്പാറ സ്കൂളിൽ ഉച്ചനേരത്ത് ഞങ്ങളവിടെയൊക്കെ മേച്ചിൽപ്പുറങ്ങളല്ലേ, സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ കറങ്ങി നടക്കല്ലേ അവിടെയൊക്കെ. NSS കോളേജ് ഒറ്റപ്പാലവും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഞാനവിടുത്തെ ഒരു SFIയുടെ പ്രവർത്തകയായിട്ട് മാറുന്നത് NSS കോളേജിലെത്തിയിട്ടാണ്. പ്രീ ഡിഗ്രിക്ക് തന്നെ SFIയുടെ പ്രവർത്തകയായി മാറി. അങ്ങനെ സാഹിത്യ സദസ്സുകളിലും ഒക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുകയും SFIയുടെ ആദ്യത്തെ എന്ന് പറയാം ഒരു പക്ഷേ കൗൺസിലിൽ വിദ്യാർത്ഥി കൗൺസിലിൽ ഒരു അംഗമായിരുന്നു ജയിച്ചിട്ട്. അന്ന് മുതൽ SFIയുടെ നിരവധി സമരങ്ങളിലും അതുപോലെ സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ മുമ്പത്തെ മന്ത്രി സുധാകരൻ സാറ്
സുധാകരൻ സാറൊക്കെ അന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്ന കാലമായിരുന്നു. അതുപോലെ ഒരു ഭാസ്കരൻ സാറുണ്ടായിരുന്നു. അവരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ നേതാക്കന്മാരായിരുന്നു. AK ബാലൻ സാറ് കണ്ണൂരിൻ്റെ പ്രതിനിധിയായിട്ട് സംസ്ഥാന സമ്മേളനത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ പ്രസംഗങ്ങളും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ ഒരു അറിയപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയായിട്ടാണ് നടന്നിരുന്നത്. ഇതിനൊക്കെ വലിയ കടപ്പാട് അച്ഛനോടാണ്. തീർച്ചയായിട്ടും. അച്ഛൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഒന്ന് പറയാമോ? അച്ഛൻ്റെ സ്വാധീനം വല്ലാതെ ഞങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് ജനിച്ചത്. സോമയാജിപ്പാടായിരുന്നു അച്ഛൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ. പക്ഷേ അച്ഛൻ ഓത്തൊക്കെ പഠിച്ചതിന് ശേഷം ഷൊർണൂർ സ്കൂളിൽ നിന്ന് SLC നല്ല മാർക്കോടുകൂടി പാസ്സായി. എന്നിട്ട് കവളപ്പാറ സ്കൂളിൽ, ഞാൻ പഠിച്ച ആ സ്കൂളിൽ അധ്യാപകനാവേണ്ടതായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിൽ സർക്കാർ ഉദ്യോഗം വഹിക്കില്ല എന്ന തീരുമാനത്തിൽ വേണ്ടാന്ന് പറയുക ചെയ്ത്. അങ്ങനെ അച്ഛൻ ഒരു ക്രമേണ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും അദ്ദേഹം അതിൻ്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ പഴയ യാഥാസ്ഥിതികത്വമൊക്കെ വിട്ട് ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലം. അവിടെ നാടകങ്ങളും കലാസമിതി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഒരു സമ്പന്നമായ ബാല്യകാലം ആയിരുന്നു എൻ്റേത്. നാടകത്തിലൊക്കെ നിരവധി നാടകങ്ങളിൽ ഞാൻ അന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഞങ്ങളുടെ വെക്കേഷന് ഒരു നാടകം ഉണ്ടാവും, കലാസമിതിയുടെ വാർഷികം. അപ്പോൾ അതിന് ഒരു കഷ്ടിച്ച് സാരി ഉടുക്കാൻ തുടങ്ങിയപ്പോൾ, സാരി ഉടുത്തിട്ടില്ല, 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം നായികയായിട്ട്, അതായത് പുരുഷന്മാരായിരുന്നു കെട്ടിയിരുന്നതൊക്കെ സ്ത്രീവേഷം അന്ന്. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, ഇനി നീ സ്ത്രീവേഷം കെട്ടിയാൽ മതി, വേറെ ആളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങനെ സ്ത്രീവേഷം കെട്ടിയിരുന്ന നായികയായിട്ട് ആദ്യം അരങ്ങത്ത് വരികയുണ്ടായി. പിന്നീട് ഞാൻ പോരുന്നവരെ അവിടുത്തെ പ്രധാന നായിക ഞാനായിരുന്നു നാടകത്തിലൊക്കെ. അശ്വമേധം, ശരശയ്യ തുടങ്ങിയ നാടകങ്ങൾ തോപ്പിൽ ഭാസിയുടെ വളരെ പ്രസിദ്ധമായ നാടകങ്ങളാണ്. അതിലൊക്കെ സരോജയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജനങ്ങളുടെയൊക്കെ നല്ല കയ്യടിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലം താലൂക്ക് തലത്തിൽ നടന്നൊരു മത്സരത്തിലും അതെ സഹനടിക്കുള്ള സമ്മാനം ഞാൻ നേടിയിരുന്നു അന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു പുഷ്കലമായ കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകൗമാര ദിനങ്ങൾ. കുട്ടിത്തം വിട്ട് പിന്നെ കല്യാണത്തിലേക്ക് വന്നു അല്ലേ? അതെ. കല്യാണം കഴിഞ്ഞത് കുട്ടിത്തം മാറാതെ കല്യാണത്തിന് വന്നു. അതാണ് ശരി. അതാണ് ശരി. അപ്പോ ഈ കല്യാണം കഴിഞ്ഞ വീടാണ് ഈ പുറകെ കാണുന്നത് അല്ലേ? അതെ. ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 വർഷം പഴക്കം എന്നാണ് പറയുന്നത്. 300 വർഷം പഴക്കമുള്ള ഈ വീട്ടിലേക്ക് വന്നപ്പോ ഇവിടെ ഈ വീടല്ല, ഇവിടെ ഇതൊരു പത്തായപുരം മാത്രം. 4 കെട്ട് വേറെ ഉണ്ടായിരുന്നു, വലിയൊരു 4 കെട്ടുണ്ട്. ആ 4 കെട്ടിന്റെ ഉള്ളിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുള്ളൂ, സ്ത്രീകള് പുറത്തേക്ക് വരില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇല്ലത്തേക്കാണ് വിവാഹം കഴിച്ച് വന്നത്. അപ്പൊ എൻ്റെ കോളേജിലെ അധ്യാപകൻ പറയണ്ടായിത്രേ, മറ്റ് മലയാളം ക്ലാസ്സിൽ മാഷ് മറ്റു കുട്ടികളോട് പറയണത് പിന്നീട് അവരെന്നോട് പറഞ്ഞു, ഇപ്പം സാവിത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാറ്റിനും എതിർക്കാൻ പറ്റില്ല എന്ന്, ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടിയിരുന്നു, ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അത്രേ. ശരിയാണ്, ഞാൻ കോംപ്രമൈസ് ചെയ്യായിരുന്നു വാസ്തവത്തിൽ. ഇവിടുത്തെ ചിട്ടകളോടും എല്ലാറ്റിനോടും ഞാൻ കോംപ്രമൈസ് ചെയ്തു എന്ന് പറയാം. പിന്നെ എനിക്കാകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത് എനിക്ക് ജോലി ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇവിടുത്തെ അച്ഛൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. അച്ഛൻ തന്നെയാണ് B.Edന് ചേരാൻ ശ്രമിച്ചതും അതുപോലെ ജോലി ആദ്യമായിട്ട് ശ്രീകൃഷ്ണപുരം UP സ്കൂളിൽ പൈസയൊക്കെ കൊടുത്ത് ജോലിയൊക്കെ റെഡിയാക്കി. ഞാനിങ്ങനെ റിസൾട്ട് അറിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് ചേർന്നു UP സ്കൂളിൽ. അങ്ങനെ എൻ്റെ ആദ്യത്തെ അധ്യാപിക എന്ന ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ കടക്കണം. നീ വന്നു ചേർന്നതിൽ പിന്നെ എൻ മൗനങ്ങൾ താഴിട്ട കനവുകൾ നക്ഷത്രദൂരം പറക്കും പക്ഷിയായി പുനർജനിക്കുന്നുവെന്നിൽ.